ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല കിഡിലനായിട്ടുള്ളൊരു പാൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു പായസ റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഈ രീതിയിൽ നമുക്കൊന്ന് ചെറിയ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്നും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ചെറിയതാക്കി എടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 20 മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് കൈ വിടാതെ ഒരു 20 മിനിറ്റോളം ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒരു 1/2 കപ്പോളം ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെയൊക്കെ നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ പായസം നല്ല അടിപൊളി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടിന്നോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷമായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. കുറച്ച് ഏലക്ക ചതച്ചെടുത്തതാട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഒരു 4-5 ഏലക്ക ഉണ്ട്, അതും കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്കൊരു ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലത്തെ ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മെൽറ്റാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിഡിലും ടേസ്റ്റിലൊരു അടിപൊളി പായസം കേട്ടോ. അപ്പോൾ ഗോതമ്പ് വെച്ചിട്ടായതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അപ്പോൾ നമ്മളെ ഗോതമ്പ് പാൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.